35 വയസ്സിന് ശേഷം പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ റീൽ നിങ്ങൾക്കുള്ളതാണ്. ഹായ്, ഐ എം ഡോക്ടർ രേവതി, വർക്കിംഗ് അറ്റ് എൻകൈനർ വെൽനസ് ആൻഡ് ലൈഫ് കെയർ സെന്റർ, കോട്ടയം. 35 വയസ്സിന് ശേഷം പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ വളരെയധികം കണ്ടുവരുന്ന പ്രധാനപ്പെട്ട 5 പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ നൽകുന്ന ഈ ടിപ്സുകൾ ഫോളോ ചെയ്താൽ 90% നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. അതിൽ പ്രധാനമായുള്ളതാണ് രാവിലെയായി ഉണ്ടാകുന്ന ഛർദിൽ. ഇത് കൂടുതലും ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. ഇതിനായി വളരെ ലൈറ്റ് ഫുഡ്, ഇടവേളകൾ കുറച്ചുകൊണ്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഫുഡ് വളരെ ലൈറ്റായി കഴിക്കുന്നതും ഹെൽപ്പ് ചെയ്യും. മറ്റൊരു പ്രശ്നമാണ് ഡയബറ്റീസ്. 35 വയസ്സിന് ശേഷം പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഡയബറ്റീസ്. ഇതിനായി ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട കാര്യമാണ് പഞ്ചസാരയുടെ ഉപയോഗം കംപ്ലീറ്റ് ആയി കുറയ്ക്കുക എന്നുള്ളത്. പറ്റുമെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കാര്യമായി കുറയ്ക്കുന്നത് വഴി ടൈപ്പ് 2 ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതിനു പകരം ലിറ്റിൽ മില്ലറ്റ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡുകൾ കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസിനെ നിയന്ത്രിക്കാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുക. നന്നായി വെള്ളം കുടിക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, 7 മണിക്ക് ശേഷം, രാത്രി 7 മണിക്ക് ശേഷം വെള്ളം കുടിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കാരണം ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇത് സഹായിക്കുന്നു. ഈ ടിപ്സുകൾ ഫോളോ ചെയ്യുന്നത് വഴി വളരെ സ്മൂത്ത് ആയ ഒരു പ്രഗ്നൻസി ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടുതൽ ടിപ്സ് അറിയുന്നതിനായി ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വിസിറ്റ് അവർ വെബ്സൈറ്റ് www.enkinerwellness.com. ഈ പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചും പ്രീനേറ്റൽ കെയറിനെ കുറിച്ചും കൂടുതൽ അറിയുന്നതിനായി കമന്റ് കെയർ ഞങ്ങൾ നിങ്ങളുടെ മുഴുവൻ പാക്കേജും ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും.